इस तरफ से नबी की सवारी, हजर ने शजर में भी झुक कर सलामी, चलो आओ मांगो नबी की गुलामी, चलो आओ मांगो नबी की गुलामी, यही मेरे मरना यही मेरे जीना, मुहम्मद मुहम्मद मदीना मदीना, मौलाया सल्लि व सल्लिम दाइमन अबदा अला हबीबिक खैरिल ഖൽഖി കുല്ലിഹിം. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ICF, RSC, ഇന്റർനാഷണൽ, നാഷണൽ, സോണൽ, സെൻട്രൽ, സെക്ടർ, യൂണിറ്റ് നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒത്തുകൂടിയ സഹോദര സഹോദരിമാർ, നമുക്കേവർക്കും അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി പ്രതിഭാസം സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഏറെ നേരം സുദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മദ്ഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആഴമാണ്. നമ്മുടെ കഴിവനുസരിച്ച് പറഞ്ഞു നോക്കുക, വീണ്ടും വീണ്ടും പറയുക, പറഞ്ഞു തീരുകയില്ല, കരഞ്ഞു തീരുകയല്ലാതെ നിർവാഹമില്ല. എത്ര കഴിവുറ്റ സാഹിബിയ പ്രതിഭയാണെങ്കിലും സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരാളും ഈ ദുനിയാവിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. ബഹുവന്യരായ സാഹിത്യ സാമ്രാട്ട് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അവர்கள் ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട രംഗം പറയുന്നുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അവர்கள் ഈ ലോകത്തേക്ക് മദ്ഹിന്റെ മഹോന്നതമായ വരികൾ കോറിയിട്ട് ഉഷാഖുകളുടെ കണ്ണീരിൽ മുള പൊട്ടിച്ചവരാണ്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആ സൗഭാഗ്യ നിമിഷത്തെ ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു. ലമ്മാ റഅയ്തു ഇലാ അൻവാരിഹി സതഅ വലഅതു കഫി ഖീഫതൻ അലാ ബസരി. ലമ്മാ റഅയ്തു ഇലാ അൻവാരിഹി സതഅ വലഅതു കഫി ഖീഫതൻ അലാ ബസരി. خوفا على بصري من حسن صورته، خوفا على بصري من حسن صورته، فلست أنظره إلا على قلبي. ഒരു അരുവി ശാന്തമായി ഒഴുകുന്നത് പോലെ, ഒരു ചെറുമഴ പാറി വീശുന്നത് പോലെ, ചെറിയൊരു കാറ്റ് തെന്നലായി പ്രകൃതിയിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ പറഞ്ഞു വെക്കുകയാണ്.
ലമ്മാ റഅയ്തു ഇലാ അൻവാരിഹി സത്അ, ഞാൻ ആ മഹാപ്രഭയിലേക്ക്, ഉദിച്ചു നിൽക്കുന്ന പ്രഭയിലേക്ക് നോക്കി. വദഅതു കഫീ ഖീഫതൻ അലാ ബസരി, ഞാൻ ആ പ്രഭയിലേക്ക് നോക്കി നിന്നപ്പോൾ ഭയവിഹ്വലമായ എന്നെ കണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വദഅതു കഫീ ഖീഫതൻ അലാ ബസരി, ജാഗ്രതയോടെ ഞാൻ എന്റെ കണ്ണിന്മേൽ കൈവച്ചുപോയി. ആ പ്രഭാവലയത്തിലേക്ക് തുടർച്ചയായി 2 സെക്കൻഡ് നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഉറപ്പായി. പേടിച്ചിട്ട് കണ്ണുമ്മൽ കൈവച്ചുപോയി. ഖീഫതൻ അലാ ബസരി, ഖൗഫൻ അലാ ബസരി മിൻ ഹുസ്നി സൂറതിഹി, ഈ കണ്ടതെന്തൊരു അത്ഭുതമാണ്, എന്തൊരു കാഴ്ചയാണത്, എന്തൊരു ദർശന സുഖമാണത്, എന്തൊരു മഹാപ്രതിഭാസമാണത്. തിരിച്ചറിയാതെ ജാഗ്രതയിൽ ബേജാറിൽ ആദ്യമായി ഒരു അത്ഭുതം കണ്ട മാത്രയിൽ ബേജാറായിട്ട് ഞാൻ എന്റെ കണ്ണുമ്മൽ കൈവച്ച് പൊത്തിപ്പോയി. സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, فلست أنظره إلا على قدري، فلست أنظره إلا على قدري. അവിടുന്ന് എനിക്ക് ലോകൈക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ എപ്പോഴൊക്കെ അവസരമുണ്ടായോ അപ്പോഴൊക്കെയും ഫലസ്തു അൻദുറുഹു ഇല്ലാ അലാ ഖദ്രി, കഴിയുന്നതുപോലെ നോക്കുകയല്ലാതെ നോക്കി നോക്കിയിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കഴിയുന്നതുപോലെ നോക്കുക, കണ്ണു താഴ്ച, കഴിയുന്നതുപോലെ നോക്കുക, കണ്ണു താഴ്ച. കൊതി തീരുന്നില്ല, പക്ഷേ നോക്കാൻ കഴിയുന്നുമില്ല. കാരണം ആ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയല്ലേ, ജ്വലിച്ചു നിൽക്കുകയല്ലേ. റൂഹും മിനൻ നൂരി ഫീ ജിസ്മിൻ മിനൽ ഖമരി, ചന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ പ്രകാശമായി അല്ലാഹു റൂഹ് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെങ്ങനെ നോക്കും. സുബ്ഹാനല്ലാഹ്, ഇതെന്താണ് ഒരു പ്രതിമാസം? എന്താണ് ഇതിന്റെ സ്വത്വം? ഈ മഹാ അത്ഭുതത്തിന്റെ അസ്തിത്വം എന്താണ്? യാഥാർത്ഥ്യം എന്താണ്? ഒരു ദിവസം സയ്യിദുനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഴലായ, തണലായ, ഏറ്റവും പ്രിയപ്പെട്ടവരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. യാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, യാ അബൂബക്കർ വല്ലദീ ബഅസനീ ബിൽ ഹഖ്, വല്ലദീ ബഅസനീ ബിൽ ഹഖ് ലം യഅലം ഹഖീഖതീ ഗൈറു റബ്ബീ. യാ അബൂബക്കർ والذي بعثني بالحق لم يعلم حقيقتي غير ربي. ആരെയാ വിളിക്കുന്നത്? കൂടെ ഒട്ടിച്ചേർന്ന് നിന്ന മഹാസൗഭാഗ്യവാനായ ഉറ്റ സുഹൃത്തിനെ. അവർ രണ്ടല്ല, അവരൊന്നാണ്. ഹബ്ബ് എന്ന് പറയുന്ന ദാഇനെ പോലെ അവരൊന്നാണ്. അങ്ങനെയുള്ള സ്വന്തം സുഹൃത്തിനെയാണ് വിളിച്ചത്, പറയുന്നത് അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും എന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഒരു വഴിയും ഇല്ല. എന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ലം യഅലം ഹഖീഖതീ ഗൈറു റബ്ബീ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ലം യഅലം ഹഖീഖതീ ഗൈറു റബ്ബീ. അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും എന്റെ യാഥാർത്ഥ്യത്തെ തൊട്ടറിയാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല.
അപ്പൊ എന്താണ് യാഥാർത്ഥ്യം? ഇത് നൂറാണോ? ഇതെന്തൊരു പ്രതിഭാസമാണ്? ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. പറഞ്ഞു തീർക്കാൻ ഒരു വകുപ്പുമില്ല, കരഞ്ഞു തീരുകയല്ലാതെ നിർവാഹമില്ല. പറഞ്ഞു തീർക്കാൻ വകുപ്പില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ ഇതിനു മുമ്പൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നന്നായി പറഞ്ഞു വെച്ച നമ്മുടെ നേതാക്കൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും പറഞ്ഞു തീർത്ത് ഒരു വകുപ്പിലെത്തിച്ചു പോയി ഉറങ്ങാമെന്ന് കരുതേണ്ടതില്ല. പറയുന്നത് മുഴുവനും ഏതെങ്കിലും തരത്തിലുള്ള ആ പ്രകാശം ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. അല്ലാഹു ആ പ്രകാശത്തിന്റെ പങ്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും എന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. മറ്റൊരാൾക്കും എന്ന് പറഞ്ഞാൽ അതിൽ മലക്കുകൾ ഉണ്ട്, അവർക്കും കഴിയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചക പ്രഭുക്കളും അവർക്കും കഴിയില്ല. സ്വന്തം ഒട്ടിച്ചേർന്ന് നിഴലായി കമലായി മൂടനുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധ്യമല്ല. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് പറയേണ്ടതില്ല. എന്റെ കാരണം അല്ലാഹു സൃഷ്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനാലാണ്. തങ്ങളുടെ നൂറാണ് ആദ്യമായി കിടക്കുന്നത്. അന്നിവിടെ മലക്കുകളില്ല, അന്നിവിടെ ഭൂമിയില്ല, ആകാശമില്ല, അന്നിവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മനുഷ്യരില്ല. ആരും അതിന് സാക്ഷിയല്ല. വൺ ആൻഡ് ഓൺലി അല്ലാഹു മാത്രമാണ് ആ സൃഷ്ടിക്കുന്ന സാക്ഷി. അല്ലാഹു മാത്രമാണെന്നുള്ളത്. അല്ലാഹുവിന് മാത്രമേ ഈ പ്രകാശത്തിന്റെ യാഥാർത്ഥ്യത്തെ, ഇതിന്റെ രഹസ്യത്തെ അറിയുന്നുള്ളൂ. മറ്റാർക്കും സാധ്യമല്ല. ശ്രമിച്ചിട്ട് കാര്യവും ഇല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ ഒരു വരവ്. അന്നാരുമില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിനും 2000 വർഷം മുമ്പാണ് സയ്യിദുനാ സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് കിതാബുകളിൽ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പം മലായിക്കത്തിനോട് അഭിപ്രായം ആരാഞ്ഞു? 2000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കട്ടെയോ? അഭിപ്രായം ചോദിച്ചതാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. മലായിക്കത്തുകൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഒരിക്കലും പാടില്ല. അല്ലാഹുവേ, അവര് ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരാണ്, അവർക്ക് വൈകാരികതയുള്ളവരാണ്, ഞങ്ങൾക്കതില്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നീ പറയുന്നതനുസരിക്കുന്നു. എന്നാൽ മനുഷ്യർ ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാകും, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് സൃഷ്ടിക്കേണ്ടതില്ല. എന്തായിരുന്നു മറുപടി? നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കുന്നില്ല എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. മലക്കുകളെ, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. ഒരു പ്രകാശം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രകാശം മനുഷ്യരിലൂടെ ഒരു സഞ്ചാരം നടത്തേണ്ടതുണ്ട്. ആ പ്രകാശം ഉള്ളത് കൊണ്ടാണ് നിങ്ങളും ഈ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത്. പ്രകാശമേ ഈ ദുനിയാവ് തന്നെ ഇല്ലാതാവും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ആ പ്രകാശമാണ് ഈ മലക്കുകൾ ഉണ്ടാകാൻ കാരണം. ഇനി ആ പ്രകാശം മനുഷ്യരിലൂടെ യുഗാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു വരണം. അതിന് മനുഷ്യനെ സൃഷ്ടിക്കണം. മലക്കുകളുടെ വാക്ക് പരിഗണിക്കാതെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നു. ഈ മഹാപ്രകാശത്തെ ബഹുമാനപ്പെട്ട അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലായികത്ത് സുജൂദ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കിതാബുകളിൽ ചർച്ച കാണാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തു. സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ സുജൂദ് ചെയ്ത ഒരു സംഭവം കാണിക്കാനില്ല. അപ്പൊ ആ നിലക്ക് ആ വിഷയത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സ്പെഷ്യാലിറ്റി, ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ എന്നൊരു ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ സുജൂദ് ചെയ്തില്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തു. അപ്പൊ ആ വിഷയത്തിലെങ്കിലും ഒരു വ്യത്യാസമില്ലേ എന്നൊരു ചർച്ച. സുബ്ഹാനല്ലാഹ്, ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുബാലിഹു ഫീ ഇൽമി വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق സർവ അമ്പിയാക്കളുടെയും മുകളിലാണ് രണ്ടാം സ്ഥാനക്കാരനായി ഒരു പ്രവാചകനെ കാണിക്കാനില്ലാത്ത വണ്ണം എത്രയോ മുന്നിലാണ് സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്രയോ മുന്നിലാണ്. രണ്ടാം സ്ഥാനക്കാരനാരെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു രണ്ടാം സ്ഥാനക്കാരനില്ല. ഇല്ലാത്തവങ്ങൾ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലാണ്. ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ചാരുതയിലും ഇടപെടലുകളിലും ദറജാത്തുകളിലും മഖാമുകളിലും മഹ്മൂദുകളിലും എല്ലാത്തിലും ഏറ്റവും മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കൂടാവുന്നില്ല. ഒറ്റക്കാണ്, ആരുമില്ല. ഒറ്റക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മലക്കുകൾ സുജൂദ് കിട്ടിയിട്ടില്ലല്ലോ എന്ന ചർച്ച വന്നു. അയിമ്മത്തുകളുടെ മറുപടി എന്താണ്? മലക്കുകളുടെ സുജൂദ് കിട്ടിയിട്ടില്ലെന്ന് പറയരുത്. കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്യാൻ, മലക്കുകളുടെ സുജൂദ് കിട്ടാൻ അവിടെ അല്ലാഹു തീരുമാനിക്കുന്നതിന്റെ കാരണം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, ആ പ്രകാശം ആ ശരീരത്തിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചു പോയി. ആ പ്രകാശത്തിന്റെ കാരണത്താലാണ് ഇത്ര വലിയ പദവി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചത്. തുടർന്നുള്ള സംഭവവികാസങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സ്വർഗത്തിലെ ഒരു പ്രയാസം, ആ പ്രയാസത്തിനു ശേഷം ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമും വരുന്നു. ഭൂമിയിൽ വന്ന് തൗബ ചെയ്യാൻ തുടങ്ങുന്നു. ദോഷം ചെയ്തത് കൊണ്ടല്ല, പാപം ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ഒരു മനപ്രയാസമുണ്ടായി. ഒരു മനപ്രയാസം, ഒരു അതൃപ്തി സ്വന്തം മനസ്സിന് തോന്നി. ആർക്ക്? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു അതൃപ്തി. അപ്പോ ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്താ ചെയ്തു പോയോ എന്നൊരു അസ്വസ്ഥത. ആ അസ്വസ്ഥത തൗബയായി പരിണമിക്കുകയാണ്. ഭൂമിയിലേക്ക് വന്നു, തൗബ തുടങ്ങി. മരുഭൂമിയിൽ ഒരിടത്തിരുന്ന് തൗബ ചെയ്യാൻ തുടങ്ങി. ചെയ്യാത്ത തെറ്റിനാണ് തൗബ. ആലോചന നോക്കണം. ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ചെയ്യാത്ത തെറ്റിന് തൗബ ചെയ്യാൻ തുടങ്ങി. മരുഭൂമിയിൽ കിട്ടിയിടം തന്നിരുന്നു, തൗബ തുടങ്ങി. കണ്ണീരും കണ്ണീരൊലിച്ചൊലിച്ചൊലിച്ച് ആ ഇരിക്കുന്ന ചുറ്റുപാടങ്ങളിൽ നനവ് പടർന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദര സഹോദരിമാരെ, തുടർച്ചയായി 3 വർഷമാണ് തൗബ ചെയ്തത്. തുടർച്ചയായി 3 വർഷം ഒരേ ഇടത്തിരുന്നു കൊണ്ട് തൗബ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, തൗബ 3 വർഷം നീണ്ടു. കണ്ണീരിന്റെ നനവ് ചുറ്റുഭാഗത്തൊക്കെ പടർന്നു. ആ നനവ് പടർന്ന ഇടങ്ങളിൽ ചെറിയ ചെറിയ പുൽനാമ്പുകൾ മുളച്ചുകൊണ്ടിപ്പോയി.
ചെറിയ പുൽനാമ്പുകൾ മരുഭൂമിയിൽ മുളച്ചുപോയി നനവ് കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ് 3 വർഷത്തെ നിതാന്തമായ നൈരന്തര്യമുള്ള തൗബക്ക് ശേഷം ഇന്നി أتوسل إليك بنبيك المختار سيدنا محمد صلى الله عليه وسلم دعاء അല്ലാഹുവേ നിന്റെ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഹബീബിനെ മുന്നിൽ വെച്ച് ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു റബ്ബേ. 3-ാം വർഷത്തിന്റെ അവസാനത്തിൽ ഈ തവസ്സുൽ വന്നുപോയി. അല്ലാഹുവിന്റെ ചോദ്യം കൈഫ അറഫ്ത ഹബീബി, എന്റെ ഇഷ്ടദാസരെ അങ്ങേക്ക് എങ്ങനെ അറിയാം ആദമേ അലൈഹിസ്സലാത്തു വസ്സലാം, എങ്ങനെയാണ് വരാനിരിക്കുന്ന സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഉദിക്കാനിരിക്കുന്ന എന്റെ ഹബീബിനെ നിങ്ങൾക്ക് അറിയുന്നത്? അല്ലാഹു ചോദിക്കുന്നത് എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇത് അറിഞ്ഞെന്ന് അറിയാനിട്ടല്ല, നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹബീബിനെ? അഭിമാന പുരസരം ലോകത്തിന്റെ നിയന്താവാണ് ചോദിക്കുന്നത്, ഹബീബിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്നെ നീ സൃഷ്ടിച്ചു, എനിക്ക് ജീവൻ തന്നു. ഞാൻ ആദ്യമായി എന്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നിന്റെ അത്ഭുതമായ അർശാണ്. ആ അർശിൽ ഒരു വാചകം എഴുതിയത് ഞാൻ വായിച്ചുപോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി, നിന്റെ പേരാണല്ലോ അഭിമാന പുരസരം ഒത്തിവെച്ചത്. തൊട്ടിടവേ ഒരു വാദില്ലാതെ, ഒരു ഫായില്ലാതെ, മറ്റൊരക്ഷരമില്ലാതെ, ഒരു ഇടവേളയില്ലാതെ, ഒരു വേർപിരിക്കലില്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്നുവല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. لا إله إلا الله ومحمد رسول الله. لا إله إلا الله محمد رسول الله. ഇടവേളയില്ല, വേർപിരിയലുകളില്ല, ഒരാൾക്കും കയറാൻ കഴിയില്ല, ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതിന് ഞാൻ മനസ്സിലാക്കി, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ് സൃഷ്ടി അത് എന്റെ മകനായി ജനിക്കാൻ പോകുന്ന സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിന്റെ ഇഷ്ടദാസരെ മുന്നിൽ വെച്ച് ചോദിച്ചാൽ നിന്റെ റഹ്മത്തുണ്ടാകുമല്ലോ എന്ന് തവസ്സുൽ ചെയ്തത്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോ മാലി സിവാ ഹുബ്ബി ലദൈക വസീലത്തു സല്ലി അലൈഹി ബിഫദ്ലി ജൂദിക അസാദി ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാം ബികുല്ലി ഖൈരിൻ യബ്തദി مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. തവസ്സുലിന്റെ ഇസ്തിഗാസയുടെ പരമോന്നതമായ രൂപം നമ്മുടെ നാവുകളിലൂടെ ഒഴുകിവരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യരെ പട്ടിമുതൽ തുടക്കം കുറിച്ചതാണ്. ഇത് ഇന്നലകളിൽ തുടങ്ങിയതല്ല. സയ്യിദുനാ അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ തവസ്സുലാണ് നമ്മൾ ഇവിടെ ചൊല്ലുന്നത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ليس محتاجا إلى السرور وجهك والله حجتنا يوم يأتي الناس بالحجاج. അഭിമാനത്തോടെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ മനസ്സും മസ്തിഷ്കവും അടിഞ്ഞു ചേർന്ന് ചെല്ലിപ്പം ചിന്തിക്കേണ്ടത് അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി വെച്ചതിന്റെ തുടർച്ച മാത്രമാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തുടരുന്നു, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നു. സ്വർഗ്ഗത്തിന്റെ എല്ലാ വാതിലുകളിലും ഞാനിത് കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെ നോക്കിയാലും നിന്റെ ഹബീബിന്റെ പേരുകളല്ലോ നിന്നോട് ചേർത്തി വെച്ചത്. ഇത് കണ്ടാ മനസ്സിലാക്കാം, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, നീ കാത്തുവച്ച നിന്റെ ഏറ്റവും പുതീനമായ സൃഷ്ടിയാണ് സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കലുകളാണ്. ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ്, അതിന്റെ പിന്തുടർച്ചാവകാശം ICF, RSC, നാട്ടിൽ SYS, കേരള മുസ്ലിം ജമാഅത്ത്, SSF ഒക്കെ ഏറ്റെടുത്തു നടപ്പിൽ വരുത്തുന്നു. വലിയ അനുഗ്രഹമാണ്. ആരൊക്കെയാണ് ഇതിന്റെ സാരഥികൾ? ഇതിന്റെ പ്രസിഡന്റ് അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. ആ സ്ഥാനം വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഈ പരാമർശം തുടങ്ങി തന്നത്. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ചോദിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ പ്രായത്തിൽ ചോദിക്കുന്നു. എന്താ ചോദിക്കാൻ കാരണം? പശ്ചാത്തലം. എന്നും എനിക്കൊരു മകൻ വരാനുണ്ട്, മുഹമ്മദുൽ മുസ്തഫ അഹ്മദുൽ മുജ്തബ സല്ലല്ലാഹു അലൈഹി വആലി. ഒരു മകനുണ്ട് വരാനുണ്ട്, അത്ഭുതമാണ് എന്നിങ്ങനെ പറഞ്ഞു മകനിങ്ങനെ കേട്ട ഒരു ദിവസം ചോദിച്ചു, യാ അബതി പാപ്പാ അനാ അഫ്ളു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി. ഞാനാണോ അല്ല മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠമായ ചോദ്യമാണ്. എന്ത് ചോദിക്കാൻ കാരണം? എന്നും കേൾക്കുന്നു മദ്ഹ്, വീട്ടിൽ എപ്പോഴും മദ്ഹ് ഇങ്ങനെ കേൾക്കാം. ഇത് ഏകദേശം 6000 വർഷത്തിനു ശേഷം ഉത്ഭവിക്കേണ്ട പ്രതിഭാസമാണ്, അവതരിക്കേണ്ട പ്രതിഭാസമാണ്. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുന്നത്, ഞാൻ അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേരെ മകനാണ്. അപ്പൊ ഞാനാണോ കുറെ കഴിഞ്ഞിട്ട് വരുന്ന മകനാണോ ശ്രേഷ്ഠമായ ചോദ്യം? മറുപടിയോ മുഹമ്മദുൻ അഫ്ളലു മിന്നി വമിൻ റബ്ബി മുഹമ്മദുൻ അഫ്ളലു മിന്നി വമിനൽ മലായിക മുഹമ്മദുൻ അഫ്ളലു മിന്നി വമിനൽ മലായിക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെക്കാളും മലക്കുകളെക്കാളും ശ്രേഷ്ഠവാനാണെന്ന് സയ്യിദുനാ അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ശീഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യമോ അത് പരാമർശയോഗ്യമല്ല. വാപ്പയെക്കാളും മലക്കുകളെക്കാളും ശ്രേഷ്ഠവാനാണ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോക്ക്, ശീഖ് നബിയിലാണ് അടുത്ത പ്രകാശം വന്നു ചേർന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും പിന്നെ ആ മഹാപ്രകാശം പിന്നെ സഞ്ചരിക്കുന്നത് ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ്. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും ആ പ്രകാശം സഞ്ചരിച്ച് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തി. അവിടെ നിന്നും യാത്ര തുടർന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലെത്തുന്നു. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് എത്തുന്നു. ഇപ്പൊ എവിടെ പ്രകാശം ഉള്ളത്? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരും ആദ്യം പ്രസവിക്കുന്നത് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഹാജർ ബീവിയാണ് ആദ്യം പ്രസവിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നും തിരുത്താതെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിന്റെ ഏകജാതനായ പുത്രന്റെ പരമ്പരയിൽ ഒരു മഹാപ്രവാചകൻ വരുന്നുണ്ട്. ഇപ്പോഴും തിരുത്താതെ ബൈബിളിലുണ്ട്, വിട്ടുപോയതാണ്. ഏകജാതനായ പുത്രൻ അത് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം ആണ് എന്ന് ക്രിസ്തീയ പുരോഹിതന്മാർ വാദിക്കുന്നു. വെറുതെ വാദിക്കലേ ഉള്ളൂ, അത് ആ വാദം സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. കാരണം ഏകജാതനായ പുത്രൻ, ഏകപുത്രനായിട്ടുണ്ടായിരുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇസ്ഹാഖ് നബി ഏകപുത്രനല്ല, അവർ രണ്ടാമത്തെ പുത്രൻ. അവൻ വരുമ്പോഴേക്കും 2 മക്കളായി.
ഏകജാതനായ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് യാക്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ പോയി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വരുന്നു. അവർ ഈസ നബിയെ ജീസസ് എന്നും യേശു എന്നും വിളിക്കുന്നു. അതാണ് ഈ ബൈബിളിൽ പറഞ്ഞ പ്രവാചകൻ, പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവാചകൻ, തൗറാത്ത് അതിൽ പറഞ്ഞ പ്രവാചകൻ എന്ന് അവർ വാദിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് തിരുത്താതെ കിടപ്പുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ നിങ്ങൾ നോക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പ്രവാചകന്മാരില്ല. ഒരേയൊരു പ്രവാചകൻ മാത്രം, സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ യാക്കൂബ് നബിയും യൂസുഫ് നബിയും അടക്കം ധാരാളം പ്രവാചകന്മാർ വരുന്നുണ്ട്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണുള്ളത്. അപ്പൊ ആ പ്രവാചക പ്രഭുവിനെ കുറിച്ചാണ് പഴയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പ്രകാശം വലിയ വലിയ മാതാപിതാക്കളിലൂടെ സഞ്ചരിച്ച് സയ്യിദുനാ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയിൽ എത്തുന്നു. ഈ ഉപ്പാപ്പ കഅബത്തിൽ പോയി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എനിക്ക് 10 ആൺമക്കളെ വേണം. ഒറ്റ ആൺമക്കളില്ല, എനിക്ക് 10 ആൺമക്കളെ തരണം. 10 ആൺമക്കളെ നീ തന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനെ ഞാൻ ബലി കൊടുക്കാൻ തയ്യാറാണ്. ആർക്കും അല്ലാഹുവിനെ അന്ന് ശരീഅത്തില്ല, അന്ന് ഫത്റത്തിന്റെ കാലഘട്ടമാണ്, നിയമങ്ങളില്ല. സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പയാണ് പറയുന്നത്, എനിക്ക് 10 ആൺമക്കളെ തന്നാൽ ഇഷ്ടപ്പെട്ട മകനെ ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതാണ് അല്ലാഹ്. മക്കളിങ്ങനെ വരാൻ തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ് അവர்கள், അതുപോലെ തന്നെ അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി ഒക്കെ മക്കളാണ്. 10 മക്കൾ ഇങ്ങനെ വന്നു. 10ാമതായി ജനിക്കുന്ന സയ്യിദുനാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അതിൽ പ്രകാശവുമായ വന്നു. ആരുടെ പ്രകാശം? സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രകാശമായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിറക്കുന്നു. അങ്ങനെ 10 ആൺമക്കൾ പൂർത്തിയായപ്പോ തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവർ തീരുമാനിക്കുന്നു. അനൗൺസ്മെന്റ് വരുന്നു, ഞാൻ എന്റെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഏറ്റവും പ്രിയം തോന്നിയതും എനിക്ക് ഏറ്റവും സ്നേഹം തോന്നിയതും എന്റെ കണ്ണിലെ കുളിർമയായി ഭരിച്ചത് അബ്ദുല്ലാഹിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ അബ്ദുൽ മുത്തലിബാണ്. ഉറച്ച തീരുമാനമാണ്, വാക്കിന് മാറ്റമില്ലാത്ത ആളാണ്. ഖുറൈശികളിലെ പ്രമുഖരായ പ്രമാണിമാർ യോഗം ചേർന്നു. ലോകത്ത് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട യോഗമാണത്. എന്തിനാ യോഗം ചേർന്നത്? ഒരു സാധാരണ യോഗം ചെയ്ത ആരെങ്കിലും യുദ്ധം ചെയ്യാനും അടിക്കാനും കൊല്ലാനും ഒക്കെ. എന്നാൽ ഇവരെന്ന് യോഗം ചേർന്നതിന്റെ പ്രമേയം എന്താണ്? അബ്ദുല്ല എന്ന കുഞ്ഞുമോനെ ബലിയർപ്പിക്കുന്ന തീരുമാനത്തിൽ നിന്നും അബ്ദുൽ മുത്തലിബിനെ പിന്മാറ്റിക്കണം, ആ തീരുമാനം പിൻവലിപ്പിക്കണം. ഇതാണ് അവരുടെ പ്രമേയം. പ്രമാണിമാർ യോഗം ചേർന്നു, തീരുമാനം പാസായി. ഒരു ദൗത്യ സംഘം സയ്യിദുനാ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ഒരു പിന്മാറ്റത്തിനും ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു പിന്മാറ്റത്തിനും ഒരു സാധ്യതയും ഇല്ല. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ പോയ ദൗത്യ സംഘം പറഞ്ഞു, അബ്ദുല്ലാഹിയെ ബലിയർപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സ്വരം മാറി. അബ്ദുല്ലാഹിയെ ബലിയർപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അബ്ദുല്ലാഹി എന്ന ഈ പൊന്നോമന പുത്രനെ അറുത്തതുകൊണ്ട് ഇവിടെ ഖുറൈശികൾക്കും മക്കൾക്കും എന്ത് നേട്ടാണുള്ളത്? അതിന് പകരം നിങ്ങൾ അതിന് പകരം 100 ഒട്ടകത്താർത്തോളം എല്ലാവർക്കും മാംസം വിതരണം ചെയ്യാം. അതൊരു ഉപകാരമല്ലേ? ഇത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇളകി തുടങ്ങി.
ദാനധർമ്മിഷ്ഠനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ മനമില്ല മനസ്സോടെ തീരുമാനമാക്കി 100 ഒട്ടകത്തെ അറുത്ത് മാംസം കൊടുക്കാൻ തീരുമാനമായി. ബലിയർപ്പണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് സയ്യിദുനാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുകളാണ്. നമ്മളെ വാപ്പയാണ്. പ്രിയപ്പെട്ടവരെ, കൊല്ലാനും ഉള്ളിവെപ്പ് നടത്താനും നിഷ്ഠൂര കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒരു മടിയുമില്ലാത്ത മക്കക്കാർ എന്തിനാണ് യോഗം ചേർന്നത് തീരുമാനമെടുത്തത്? എന്തിനാണ് അബ്ദുൽ മുത്തലിബിനെ പോയി കണ്ടിട്ട് തീരുമാനം പിൻവലിപ്പിച്ചത്? എന്തിനാണ് ഈ തീരുമാനത്തിൽ നിന്നും മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചത്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കാണുന്ന പ്രകാശം, ആ സ്വഭാവ മഹിമയിൽ കാണുന്ന കുലീനത എല്ലാം തങ്ങളുടെ നൂറാനതിന് കാരണം ഒരു നാട് മൊത്തം കൊലപാതകത്തിനൊരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പിതാവ് അവരുടെ വാക്ക് പാലിക്കാൻ സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നതിൽ നിന്നും ഒരു സംഘം യോഗം ചേർന്ന് തീരുമാനം മാറ്റിച്ചത് അല്ലാഹുവിന്റെ വലിയ ഒരു അത്ഭുതം തന്നെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അനബിൽ ദബീഹൈൻ, അറുക്കുന്നതിന്റെ തൊട്ടുമുന്നിൽ രക്ഷപ്പെട്ടു വന്ന 2 പിതാക്കന്മാരുടെ മകനാണ് ഞാൻ. എന്റെ 2 പിതാക്കന്മാർ ബലിയർപ്പണത്തിന്റെ ആ മുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടാമത്തെ സയ്യിദുനാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 2 വാപ്പമാരാണ് ബലിയർപ്പണത്തിന്റെ ആ മുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത്. അല്ലാഹുവിന്റെ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണ്. പ്രിയപ്പെട്ടവരെ, വാപ്പന്റെ പവറാണ് ഈ കണ്ടത്, വാപ്പമാരുടെ പവറാണ് ഈ കണ്ടത്. സുബ്ഹാനല്ലാഹ്. ആമിനത്തു ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ വലിയ പ്രതിഭാസത്തെ നിർബന്ധിക്കുമ്പോൾ ആ നൂറാന ഗർഭപാത്രത്തിൽ വളരുന്ന പ്രകാശമാണ് വളരുന്നത്. അത്ഭുതങ്ങളല്ലേ എല്ലാ ദിവസവും നടന്നത്. മലായിക്കത്ത് വന്നില്ലേ, അമ്പിയാ മുർസലുകൾ വന്നില്ലേ, വലിയ വലിയ മഹിളാരത്നങ്ങൾ വന്നില്ലേ, ആശീർവാദങ്ങൾ കൊടുത്തില്ലേ. അങ്ങനെ പ്രസവിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ആമിനത്തു ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ പറയുന്നു, മാ മസ്സനിയ ദുർറു ഖത്തു, തുടക്കം തൊട്ട് പ്രസവ സമയം വരേക്കും എനിക്കൊരു വിഷമമോ ബുദ്ധിമുട്ടോ പ്രയാസമോ എന്റെ കുഞ്ഞിനോണ്ടാക്കിയില്ല. നമ്മളൊക്കെ ഈ ഭൂമിലോകത്തേക്ക് വന്നു വീഴുന്നതിന് മുന്നേ നമ്മുടെ ഉമ്മമാർക്കുണ്ടാക്കിയ പ്രയാസത്തിൽ കയ്യും കണക്കുമുണ്ടോ? നമ്മളെ ഭാര്യമാരുടെ അവസ്ഥ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാ വന്നത്. സയ്യിദത്തുനാ ആമിനത്തു ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ സയ്യിദത്തുനാ ആമിനത്തു ബിൻത് വഹബ് റളിയല്ലാഹു തആല അൻഹാ പ്രസവിച്ചതറിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു തൊട്ടി, ചെറിയ തൊട്ടി കുട്ടി കിടക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ കുട്ടി ചിരിക്കുകയാണ്. നമ്മളൊക്കെ ചിരി പഠിച്ചത് എത്ര മാസം കൊണ്ടാണ് ചിരി പഠിച്ചത്? ഇത് തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ലോക പ്രതിഭാസം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, ലം യഅലം ഹഖീഖതി ഗൈറു റബ്ബി, എന്റെ റബ്ബല്ലാതെ എന്റെ ആകാരത്തെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. ഇതറിയ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്നും മുല കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ടുപോകുന്നത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. മക്കത്തുൽ മുകറമയിൽ വലിയ കുലീന തറവാടുകളിൽ കുടിക്കുന്ന കുട്ടികളെ മുല കുടിപ്പിക്കാൻ വേണ്ടി പോറ്റുന്ന പതിവുണ്ട്. കിതാബുകളിൽ അഹിമ്മത്തുകൾ പറയുന്നത് അന്ന് മക്കത്തുൽ മുകറമ ഭയങ്കര ഡെൻസിറ്റിയുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്.
അന്ന് 70,000-ലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റി ആയിരുന്നു. അന്നത്തെ ഒരു പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ഇന്ന് 800 കോടി ജനങ്ങളുണ്ട്. അന്നത്രയൊന്നുമില്ലല്ലോ. അപ്പൊ അന്ന് 70,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് മക്കത്തുൽ മുക്കറമ. ഒരു കുട്ടി വലിയ തറവാട്ടിലെ കുട്ടി ജനിച്ചാൽ ഈ കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി താഴ്വാരങ്ങളിലുള്ള പാവപ്പെട്ട ഗോത്രങ്ങളിലെ സ്ത്രീകൾ കേൾപ്പിക്കും. എന്തിനാണ്? ശുദ്ധവായു ശ്വസിച്ച് കുട്ടി വളരാൻ വേണ്ടി കിതാബുകളിൽ കാണാം. ശുദ്ധവായു ശ്വസിച്ച് നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ കുട്ടി വളരാൻ വേണ്ടിയ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തയക്കുന്നത്. അത് കുട്ടികളിങ്ങനെ വെക്കും, കുട്ടികളിങ്ങനെ കിടത്തും. എന്നിട്ട് മുലയൂട്ടാൻ താല്പര്യമുള്ള ഗോത്രവർഗങ്ങളിലുള്ള താഴ്വാരങ്ങളിൽ ആട്ടിടയ കുടുംബങ്ങളിലുള്ള സ്ത്രീകളൊക്കെ വരും. വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുട്ടിയെ എടുക്കും, അവരുടെ മാതാപിതാക്കളായിട്ട് കരാറാകും, അങ്ങനെ കൊണ്ടുപോകും. മുലയൂട്ട അഭിപ്രായങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. അതൊരു സംഭവമാണ്, സാധാരണ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇതുപോലെ മുലയൂട്ടാൻ വേണ്ടി ആളുകളെ കാത്തിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ കിടത്തി. അങ്ങനെ ഓരോരുത്തരും വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സ്ത്രീരത്നങ്ങളും ഓടി വരുന്നു. കൂട്ടത്തിലതാ പ്രകാശം സ്ഫുരിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു. ഓടി വരുന്നു. വാരിയെടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോ തൊട്ടടുത്ത് നിലയുറപ്പിച്ച അജ്ഞാതനായ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ആ കുട്ടിയെ എടുക്കേണ്ട കേട്ടോ, യതീമായ കുട്ടിയാണ്. പൈസ നിങ്ങൾ വിചാരിച്ച ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. സാമ്പത്തിക ലക്ഷ്യത്തിനാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ മുലയൂട്ടാൻ വേണ്ടി ഏറ്റെടുക്കുന്നത്. യതീമായ കുട്ടിയാണ്. എന്നാലും എടുക്കാൻ നോക്കിയാൽ പറയും, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ട ദുസ്സഹുതമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തും. അപ്പം നല്ല അവിടെ വെക്കും. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം നോക്കി കൊണ്ടുതന്നെ വേറൊരു കുട്ടിയെ എടുത്തു പോകും. അങ്ങനെ ഓരോരുത്തരും വരുന്നു. പ്രിയപ്പെട്ട ഈ വലിയ പ്രകാശത്തിന്റെ സമീപത്ത് നിലയുറപ്പിക്കുന്നു. വാരിയെടുക്കാൻ തുനിയുന്നു, കഴിയുന്നില്ല. അജ്ഞാതന്റെ വാക്ക് കേൾക്കുന്നു. ആ ശ്രമം ഉദ്ദേശിക്കുന്നു. വേറൊരു കുട്ടി എടുത്തു പോകുന്നു. അത് വരുന്നു. ഹലീമത്തുൽ സാദിയ റളിയല്ലാഹു തആല അൻഹാ വരുന്നു. മെലിഞ്ഞൊട്ടിയ ഒരു കഴുതപ്പുറത്ത് ഭർത്താവിന്റെ കൂടെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, കഴുതപ്പുറത്ത് ഇറങ്ങിയ ഉടനെ കാണുന്നത് പ്രകാശമാണ്. സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് കാണുന്നത്. ഓടിച്ചെന്നു, വാരിയെടുക്കുന്നു. അജ്ഞാതൻ വിളിച്ചു പറയുന്നു, യതീമാനേ, കൈയൊട്ടി കൊണ്ടുപോയാൽ മതി, പ്രശ്നമാണ്. ചെവി കൊള്ളുന്നില്ല. വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവിന്റെ മുഖത്തേക്ക് സമ്മതത്തിന് വേണ്ടി നോക്കുന്നു. ഭർത്താവ് സമ്മതം പറയുന്നു. ആ കുട്ടിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമായി കരാറുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കഴുതപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. വീട്ടിലേക്ക് കുട്ടിയെ കൂടി അങ്ങ് കയറുമ്പോഴേക്ക് ഉണങ്ങിയ ഈത്തപ്പനമരങ്ങളിൽ നല്ല പഴങ്ങൾ ഇങ്ങനെ തൂങ്ങുകയാണ്. മാസങ്ങളും എടുക്കില്ല, അന്നുകയാണ്. അവിടെയുള്ള ആടുകളുടെ മെലിഞ്ഞ ആടുകളൊക്കെ തടിച്ചു പൊടിച്ച് ആ നല്ല അവിടൊക്കെ ഇങ്ങനെ പാല് നിറച്ച് നല്ല പാല് കൊടുക്കാൻ തുടങ്ങുകയാണ്. ഭർത്താവിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ കൂട്ടുകാരനെയും കൂട്ടി ആട് വയ്ക്കാൻ പോകുന്നതിൽ ഒരു ദിവസം ഓടിപ്പറിച്ചു വരുന്നു. ഈ നബിയോട് പറയുന്നു, ഇന്നലെ എന്റെ കൂട്ടുകാരൻ എന്തോ പ്രത്യേകതയുണ്ടല്ല. എന്റെ വിഷയം ആട്ടിടയൻ ആടിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് ആടിനെ മുന്നിലിട്ടിട്ടാണ്. പിറകിലാണ് ഇടയനുണ്ടാവുക. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആടിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് മുന്നിൽ നടന്നിട്ടാൽ എല്ലാ ആടുകളും പിറകിലിങ്ങനെ വഴി വരികയാൽ
എവിടെയെങ്കിലും വിശ്രമിക്കാൻ ഇരുന്നാൽ ആളുകളൊക്കെ ചുറ്റും കൂടുകയാണ്. പിന്നെ വരി വരിയായി നിൽക്കുകയാണ്. ഓരോരുത്തരും വന്ന് തലതാറ്റി പിടിക്കുകയാണ്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയോടെ ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഓരോ ആളുകളും അവരവരുടെ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ കൂട്ടുകാരൻ വലിയ ആരോഗ്യമാണ്. 2 വർഷത്തെ മുടങ്ങി പ്രായം കഴിഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഏത് രാശിക്കും മനം പൊട്ടി കരയുന്ന രംഗമാണ്. കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അതിനുള്ള പ്രകാശം എന്താണോ അത് സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹലീമത്തുൽ സഅദിയ്യ റളിയല്ലാഹു അൻഹ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുകയാണ്. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ ചുവടുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. നേരെ തിരിച്ചുപോയി എനിക്ക് കുറച്ചു കാലം കൂടി ഈ പൊന്നുമോനെ പോറ്റാൻ വരുമോന്ന് ചോദിക്കുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീയും അങ്ങനെ ചോദിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവര് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് കുട്ടിയെ പിന്നെയും കൊടുത്തയക്കുന്നു. അത്ഭുതമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്ത് കല്ലും മുള്ളും സസ്യലതാദികളും സർവചരാചരങ്ങളും അവരവർക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. चलो आओ मंगान की गुलामी, यही मेरे मरना यही मेरा जीना, मोहम्मद मोहम्मद मदीना मदीना। चलिए इस तरफ से नबी की सवारी सल्लल्लाहु अलैहि वसल्लम നടന്നു ഓടുന്ന വഴിത്താരയുടെ ഇരുവശവുമുള്ള സർവചരാചരങ്ങളും എല്ലാ സസ്യങ്ങളും മൃഗങ്ങളും ചെറിയ ചെറിയ ജീവികളും അടക്കം അവരൊക്കെ തല തിരിച്ചു നിന്ന് സലാം പറയുകയാണ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട അഹ്മദ് റസാഖ് ഖാൻ തങ്ങൾ പറയുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? നീ എന്താണ് ഇരിക്കുന്നത്? ചലനശേഷിയില്ലാത്ത ജീവികളടക്കം എല്ലാവരും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി സലാം പറഞ്ഞു, ഇഷ്ക കാണിച്ച് മഹബ്ബത്ത് പ്രകടമാക്കി. ചലോമാങ്കോ നബി കീ ഗുലാമി, ചലോ ആവോ മാങ്കോ നബി കീ ഗുലാമി. വെറുതെ ഇരിക്കല്ല സഹോദരാ, മഹബ്ബത്തിലേക്ക് ആവേശത്തോടെ ലയിച്ചുവാ. ചലോ ആവോ മാങ്കോ നബി കീ ഗുലാമി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകപ്പെട്ട ഏറ്റെടുക്കണം. ആ മുദ്രമെത്തിയിൽ ചാപ്പി നിർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ സേവകനാകണം, അവരുടെ പുകഴ്ത്തുകാട്ടുകാരനാകണം, അവരുടെ എല്ലാ നിലക്കും മഹബ്ബത്ത് ഹൃദയത്തിലേക്ക് അലിയണം. അങ്ങനെ വരുമോനെ ജീവിതവും മരണവും അത് തന്നെയാകണം. മുഹമ്മദ് മുഹമ്മദ് മദീന മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തി, എല്ലാവരും ഉപയോഗപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, ഒരു യാത്രാമധ്യേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടായി. പക്ഷെ മരുഭൂമിയാണ്. എന്നാൽ 2 കൊച്ചു മരങ്ങളുണ്ട്. വിട്ടുവിട്ട് 2 സ്ഥലങ്ങളിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു മുർറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ 2 കൊച്ചു വൃക്ഷങ്ങളോട് ഒന്ന് അടുത്ത് നിൽക്കാൻ പറയണം, ഒന്ന് അടുത്ത് നിൽക്കാൻ പറയണം. എനിക്കൊന്ന് മൂത്രമൊഴിക്കാനാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു ആ വൃക്ഷങ്ങളോട് പറയുന്നു, ഇന്ന റസൂലല്ലാഹി അമറകുമാ അൻ തജ്തമിആ. 2 വൃക്ഷങ്ങളോട് പറയുന്നു,
നിങ്ങളോട് രണ്ടുപേരോടും ഒന്ന് അടുത്ത് ചേർന്ന് നിന്നൊരു മറയുണ്ടാക്കി കൊടുക്കാൻ ലോകത്തിന്റെ ജേതാവ് പറഞ്ഞിട്ടുണ്ട്. താമസം രണ്ട് മരങ്ങളും വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ചായുകയാണ്, മുന്നോട്ടും പിന്നോട്ടും ചായുകയാണ്, പേരിങ്ങനെ ഇളക്കുകയാണ്. ഇളക്കിയ പേരുമായി രണ്ടുപേരും ഇങ്ങനെ നീങ്ങി 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 നടന്ന് 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 അടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ നല്ലൊരു മറയായി മാറിയിരിക്കുന്നു. തങ്ങൾ ആദ്യ നിർവഹണം നടത്തി ശേഷം ഇങ്ങോട്ട് വന്നു. ോട് പറയുന്നു, സംസ്ഥാനത്തേക്ക് പോകാൻ പറയണം. ഇന്ന റസൂലല്ലാഹി അമറകുമാ അൻ തർജിഅ, നിങ്ങൾ നേരത്തെ എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്തേക്ക് മടങ്ങാൻ ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയുണ്ട്. രണ്ട് മലങ്ങളും ആത്മനിർവൃതിയോടെ ആത്മസംതൃപ്തിയോടെ അവസരം മുതലെടുത്തതിന്റെ വല്ലാത്ത അനുഭൂതിയോടെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ബുദ്ധിയുള്ളവരെ, ചിന്തയുള്ളവരെ, ജോലിയുള്ളവരെ, കുടുംബമുള്ളവരെ, മക്കളുള്ളവരെ, അവസരങ്ങൾ ധാരാളമുള്ളവരെ ഉപയോഗപ്പെടുത്തിയേ പറ്റിയ ഇത് നമ്മുടെ അവസരമാണ്. ഈ റബീഉ നമ്മുടെ അവസരമാണ്. അടുത്ത ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും നമ്മുടെ അവസരങ്ങളാണ്. ഒരു ദിവസം പോലും മഹബ്ബത്തിൽ ചാലിത്തൊഴുകിയ കണ്ണുനീര് സാക്ഷിയാവാത്തൊരു ദിവസമുണ്ടാവരുത്. അതിലേക്ക് വരണം. എന്നുമെന്നും പറയാം സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവണം. അബൂൽ ഖൈറുൽ ഖത്താഇ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചിന്തിക്കണം. ഏതു കാര്യത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അബൂൽ ഖൈറുൽ ഖത്താഇ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് യാത്രയാവുകയാണ്. വിദൂരത്തുനിന്ന് വരികയാണ്. നടന്നിട്ടാണ് വരുന്നത്. മദീനയുടെ ബൗണ്ടറി കടന്ന് ഉള്ളിലേക്ക് പോകാൻ തോന്നുന്നില്ല. ഞാൻ എന്റെ കാലുകൊണ്ട് എങ്ങനെയാണ് മദീനയുടെ പരിശുദ്ധ മണലുകൾ കിട്ടുന്നത്? മദീനയുടെ അതിർത്തിക്ക് പുറത്തിടങ്ങണം. 3 ദിവസം തലങ്ങും തലങ്ങും നടന്ന് കഴിച്ചു കൂട്ടി. വെള്ളം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ജീവച്ഛവമായി പോയി. ഒരു രക്ഷയില്ല. മദീനത്തേക്ക് കടക്കുക. രാജാവിനോട് പേടില്ല. അങ്ങോട്ടേക്ക് കടന്നു. രണ്ടും കൽപ്പിച്ചു നേരെ പോയി മുനവ്വറയുടെ അടുത്തേക്ക് ഉയർന്നു. അവിടെ എത്തിയപ്പോ തളർന്നു വീണത് വീടുന്ന വീഴ്ചയിൽ പറഞ്ഞു, ഇന്ന് രാത്രി അങ്ങയുടെ ഒരു വിനീതനായ അതിഥിയാണ് ഞാൻ. ഇതും പറഞ്ഞ് കിടന്നുറങ്ങിപ്പോയി. അർപ്പത്തിലതാ വരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വന്നിട്ട് തട്ടി വിളിക്കുന്നു, ഇതെന്തൊരിറക്കാണ്, എഴുന്നേൽക്കുക. അബൂൽ ഖൈർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുപോയി. ഇങ്ങനെ ഉറങ്ങല്ലാതെ വരുന്നുണ്ട്. വെട്ടി എഴുന്നേൽക്കുന്നത് സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ണു തിരിഞ്ഞു നോക്കുമ്പോ ഒരു പ്രകാശം ഇങ്ങനെ അടുക്കുകയാണ്. വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടതുഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ്. നടുവിൽ പൊൻതാരകമായി വല്ലാതെ തിളങ്ങി വിളങ്ങുന്ന സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിയോടെ വരികയാണ്. ഫഖുംതു ഇലൈഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മാത്രയിൽ ഫഖുംതു ഇലൈഹി, ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് വന്നു. ഫഖബ്ബൽതു ബൈന ഇലൈഹി, ആ പരിശുദ്ധമായ നെറ്റിത്തടത്തിൽ
എനിക്ക് ഒരു ചുംബനം കൊടുത്തു, ഒരു ചൂട് ചുംബനം ഞാൻ കൊടുത്തു. അപ്പോഴോ പുഞ്ചിരി തൂകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദഫഅ ഇലയ്യ റഗീഫ, എനിക്കൊരു പത്തിരി തന്നു, എനിക്കൊരു റൊട്ടി തന്നു. ഞാനാണെങ്കിൽ വിശന്നിട്ടാണുള്ളത്, കിട്ടിയ മാത്രയിൽ അതിന്റെ പകുതി ഞാൻ അങ്ങ് തിന്നു. അപ്പോഴാ ഞാൻ ഞെട്ടി ഉണർന്നു, എന്റെ വിശപ്പ് മാറിയല്ലോ. സ്വപ്നത്തിൽ പത്തിരി കിട്ടിയപ്പോ വിശപ്പ് മാറിയല്ലോ. സന്തോഷത്തു ഞാനപ്പം ഞെട്ടി ഉണർന്നു. എണീറ്റ് നോക്കുമ്പോ എന്റെ കയ്യില് വാങ്ങുന്ന പത്തിരിയുടെ പകുതിയുണ്ട്. അല്ലാഹുവാണ് സത്യമെന്ന് പറയുന്നത്. അബുൽ ഖൈറിൽ ഇന്ന് രാത്രി ഞാനൊരു അതിഥിയാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവരെ സൽക്കരിക്കാൻ വന്നത്. ഒറ്റക്കല്ല, പാലാവാരങ്ങളെയും കൂട്ടി ലോകത്തിന്റെ നേതാവ് വന്നുവല്ലോ, സൽക്കരിച്ചുവല്ലോ, ചുംബനമേറ്റുവായല്ലോ, തിരിച്ചുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പ്രമേയമാകണം. വീട് വെക്കുമ്പോൾ പ്രമേയമാകണം, മക്കളെ പഠിപ്പിക്കുമ്പോഴും പ്രമേയമാകണം, സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവണം പ്രമേയം. ബിസിനസ് നടത്തുമ്പോഴും തങ്ങളാവണം പ്രമേയം. മുതലെടുക്കുമ്പോഴും വിസ്തരിക്കുമ്പോഴും നന്മയെ ഫോണിൽ വിളിക്കുമ്പോഴും ഭാര്യയോട് സല്ലപിക്കുമ്പോഴും പ്രമേയം സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവണം. ആ മനസ്സിനോടുന്ന ചെറുവിരലനക്കം ഗുണം ചെയ്യുകയില്ല. സ്വലാത്തില്ലാത്ത വരണ്ട ദിവസങ്ങളൊന്നുപോലും ഖബറിൽ കൂടെ നിൽക്കുകയില്ല. രാജാവായ റബ്ബിന്റെ മുന്നിൽ മഹ്ശറയിൽ ഉടുതുണിയില്ലാതെ നിലകൊള്ളുമ്പോ മധുരയാത്ത വരം തുണങ്ങിയ ഒരു ദിവസവും നമ്മുടെ കൂടെ നിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രമേയം ഹബീബ് തന്നെ, ജീവിതവും അത് തന്നെ, മരണവും അത് തന്നെ. അല്ലാഹു ആ രൂപത്തിൽ നമുക്ക് ആക്കിത്തരട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അശ്റഖ ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കും.